അങ്ങനെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വാടക വീട്ടിലേക്ക് സ്വാഗതം. ഇതാണ് മിറ്റം. പിന്നെ നമ്മളെ കാറും സ്കൂട്ടി വണ്ടിയൊക്കെ സൈഡിൽ വെച്ചിട്ടുള്ള ഷീറ്റ് കെട്ടണം. ആ ഒരു പോരായ്മയുണ്ട്. വീട് പുറത്തുനിന്ന് കുറച്ച് പഴയതാണെങ്കിലും ഉള്ളിൽ നല്ല സൗകര്യം, നല്ല നീറ്റും ക്ലീനുമാണ്. അപ്പോൾ ചെടികളൊക്കെ പുറത്ത് വെച്ചു. പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടു ഞാൻ. ഇതാണ് കയറി വരുന്ന ഹാള്. ഇപ്പം ഇതൊക്കെ അവരെ പഴയ ഫർണിച്ചറാണ്. ഈ ഫർണിച്ചറൊന്നും നമുക്ക് വേണ്ട പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കൂട്ടിയിട്ടിട്ടുള്ളത് ഇതൊന്നും വേണ്ട പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ നാളെ വരും. ഇത് പുറത്തൊരു റൂമുണ്ട്, അവിടേക്ക് മാറ്റാൻ. കണ്ടില്ലേ എൻ്റെ റോസാപ്പൂക്കൾ. വൈഫൈ കണക്ഷൻ ഇന്ന് രാവിലെ കിട്ടിയത്. പിന്നെ ഇതാരാ? ആർക്കെങ്കിലും എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഞാൻ തന്നെയാണേ. അങ്ങനെ എൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ വെച്ചു. 2 പേർക്ക് സുഖസുന്ദരമായിട്ട് ഇവിടെ കഴിയാം. ഒരു ചൊറയുമില്ല, ഒന്നുമില്ല. 3 റൂമുണ്ട്, 3 ബെഡ്റൂമുണ്ട്. പിന്നെ ഇത് പൂജാമുറിയായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഹാളിൽ തന്നെ വിളക്ക് കത്തിക്കേണ്ട ഒരു സെറ്റപ്പ് ആക്കി വെച്ചതാണ്. ഒരുവിധം വേണ്ടപ്പെട്ട ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. മന്ത്രങ്ങളും എന്താ പറയുക, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം എല്ലാം ഉണ്ട്. പിന്നെ രുദ്രാക്ഷമാല ഒറിജിനലാണ് കേട്ടോ, ഒരു സ്വാമി തന്നതാണ്. അപ്പം വിളക്ക് കത്തിക്കാൻ സത്യം പറഞ്ഞാൽ തുടങ്ങിയില്ല. ഇവിടെ നമ്മൾ 2 ദിവസം ഫുഡൊന്നും ആക്കിയില്ല. ഇവിടെ ഫുഡ് ആക്കാൻ തുടങ്ങിയില്ല. ചിലപ്പോൾ നാളെ ആയിരിക്കും. ഇതാണ് എൻ്റെ അമ്മേൻ്റെ ഫോട്ടോ വെച്ചു ഹാളിൽ തന്നെ. അങ്ങ് കാണുന്ന റൂമിലാണ് ഞാൻ യൂട്യൂബ്, എൻ്റെ മ്യൂസിക് പരിപാടി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മളെ കന്നിമൂലയിലെ റൂം. കന്നിമൂല റൂമിൽ എൻ്റെ 3 ഷെൽഫ് വെച്ചു. ഇതിൽ 3/4 ഭാഗവും എൻ്റെ സാധനങ്ങൾ തന്നെയാണ്. എൻ്റെ ബുക്സ്, എൻ്റെ പെട്ടികൾ, എൻ്റെ ഡ്രസ്സ്, എൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാണ് ബെഡ്റൂം വലിയ ബെഡ്റൂം തന്നെയാണ്. ബെഡും നമ്മളെ വലിയ ബെഡ് തന്നെയാണ് എൻ്റേത്. ചെറിയ സെറ്റപ്പാണ്. ബെഡ്റൂമിൽ അങ്ങനെ ഒരുപാട് അലങ്കാരങ്ങളൊന്നും വെച്ചിട്ടില്ല. പിന്നെ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ, ഞാൻ ഇനി യൂട്യൂബും പിന്നെ എൻ്റെ മ്യൂസിക് പരിപാടികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റൂം. ഇതിലൊരുപാട് സാധനങ്ങളുണ്ട്. എന്നാലും ഞാൻ കുറച്ചെല്ലാം അടുക്കി പെറുക്കിയെല്ലാം വെക്കാൻ ശ്രമിക്കുകയെന്ന്. ഭയങ്കര ടേഡാണ് എനിക്ക്. ഇതൊക്കെ ഏടെല്ലാം എടുത്ത് വെക്കണമെന്ന് കൺഫ്യൂഷനിലാണ് ഞാൻ. എൻ്റെ പെട്ടികൾ ഇനിയും കുറേ ഉണ്ട്, അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. എന്തായാലും അതൊന്ന് ആലോചിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരുവിധമെല്ലാം കുറച്ച് എടുത്ത് വയ്ക്കുന്നത്. അങ്ങനെ പിന്നെ ഇത് കിച്ചണിന് തൊട്ട് മുന്നിലുള്ള ഡൈനിങ് ഏരിയയിൽ ആടെ ഒരു ഫ്രിഡ്ജ് വെച്ചു. പിന്നെ കുറച്ച് ആക്രികൾ, ഇതൊക്കെ ആടെ ഇടയെല്ലാം എടുത്ത് വെച്ചു. പിന്നെ അടുക്കള. സത്യം പറഞ്ഞാൽ അടുക്കളയിൽ സാധനങ്ങൾ എടുത്ത് വെക്കാൻ ഭയങ്കര പാടാണ്, ശരിയല്ലേ? അത് ഏടില്ല വെക്കണ്ടേ, ഒന്നും തിരിയുന്നില്ല. പിന്നെ ഇത് വർക്ക് ഏരിയ ആണ്. ബാക്കിൽ നല്ല പച്ചപ്പാണ്, നല്ല ഒരുപാട് തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. വലിയ പറമ്പിൽ ഒരു വീടാണിത്. പിന്നെ ഈ സ്ഥലം, ഇത് നമ്മൾ പണ്ട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന സമ്പ്രദായം ഉണ്ടായ ഒരു സംഭവമാണ്. ഇപ്പോൾ ഇത് ഇവർ അടച്ചിട്ടിട്ടാണ് ഉള്ളത്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് സെറ്റപ്പും കാര്യങ്ങളിലുള്ള. അപ്പം ഇതാണ് പുതുതായി മാറിയ വാടക വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമ്മളെപ്പോലെ വാടക വീടൊക്കെ മാറുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. എന്തായാലും അടുത്ത വർഷം ഞാൻ എന്തായാലും വീട് ഞാൻ ഉണ്ടാക്കും. എൻ്റെ പറമ്പ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ പണിയൊക്കെ ഈ കൊല്ലം തുടങ്ങാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പം വീട്ടിലെ സാധനങ്ങളെല്ലാം അടുക്കിപ്പെറുക്കി വെച്ചിട്ട് നല്ലൊരു വീഡിയോ എടുത്തിട്ട് എല്ലാവരെയും കാണിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.